ഹലോ ഡിയേഴ്സ്, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ദുബായ് വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 30. അപ്പോൾ അതിൻ്റെ വിശേഷം കണ്ടിട്ട് നമുക്ക് ദുബൈയിലെ ഓരോ സ്ഥലത്തിൽ പോയതിൻ്റെ പ്രത്യേകം വ്ളോഗ്സായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം ഏട്ടൻ പറഞ്ഞിരുന്നു നമുക്കൊരു സ്പോട്ടിൽ പോവാം, അവിടെ പോയി കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ. മുഹറക്കിലാണ് ആ സ്പോട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി, ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണപ്പൻ നല്ല ഹാപ്പിയാണ്. 11th ബർത്ത്ഡേ ആണ് കണ്ണപ്പൻ്റെ. അപ്പോൾ നമ്മൾ നമ്മുടെ ജുഫേർ വഴി മുഹറക്കിലോട്ട് പോവുകയാണ്. മുഹറക്കിൽ ഒത്തിരി സ്പോട്ട്സ് ഉണ്ടെങ്കിലും ഈ സ്പോട്ട് കുറച്ച് സ്പെഷ്യലാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ചെന്നപ്പം ഇതാണ് നമ്മുടെ ഒത്തിരി പ്രാവുകളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്പോട്ട്. കണ്ടില്ല, ഇഷ്ടംമാതിരി പ്രാവുകളുണ്ട്. അപ്പോൾ പ്രാവ് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൂര്യൻ ഉദിക്കുന്ന ഒരു ടൈമും ഒക്കെ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാനും കണ്ണമ്മൻ ട്യൂഷന് പോകാനും ഒക്കെ. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഏരിയ. നമ്മുടെ ഈ ഇപ്പം ഏട്ടൻ്റെ ബാക്കിൽ നിന്ന് കാണിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബഹ്റിൻ്റെ നാഷണൽ ഡേക്കൊക്കെ ഇഷ്ടംപോലെ ലൈറ്റ് ഒക്കെ ഇടുന്ന ഒരു ഏരിയ. നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ അത് ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നമ്മുടെ മനാമയുടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത്. അടിപൊളി രസം കണ്ടോ, സ്പൈറൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ല രസമാണ്, നല്ല വൈബാണ്. ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള കാണാൻ നല്ല രസമാണ്. ഈ മോർണിംഗ് ടൈം ഒരു സ്പെഷ്യൽ ടൈം തന്നെയാണ്. വലിയ ചൂടുമില്ല, എന്നാൽ നല്ല ഇളം കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ മോൻ്റെ കേക്ക് കട്ടിങ് സെറ്റ് ചെയ്യുകയാണ്. ഞങ്ങളൊരു പ്ലം കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലസ് യു. My God bless you. My God bless you. മേഘാലയ ബ്ലസ് യു. പണ്ട് മോൻ ഇങ്ങനെയാണ് പാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കളിയാക്കിക്കൊണ്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അങ്ങനെ കണ്ണപ്പൻ്റെ 11th ബർത്ത്ഡേ ആഘോഷമാണ്. ഇഷ്ടംപോലെ കിളികളുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംമാതിരി കിളികൾ. നല്ല രസമുണ്ട് കണ്ടോ, ആ ബാക്കിൽ കൂടെ പറക്കുന്ന കാണാൻ നല്ലൊരു വ്യൂ ആണേ. അടിപൊളി വ്യൂ ആണ്, കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം. കണ്ണപ്പനും ഭയങ്കര ഹാപ്പിയായി. കാരണം ഇങ്ങനൊരു ഇത് നമ്മൾ പ്രതീക്ഷയില്ല, ഇത്രയും പീജിയൻസൊക്കെ ഇവിടെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും പക്ഷെ അടിപൊളി ആയിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഏട്ടൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന് നടന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മനാമയിലുള്ള 1950 സ്റ്റാർട്ട് ചെയ്ത ഹാജീസ് കഫേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ബഹ്റിനിൽ. ഇവിടെ വന്ന് പുറത്തുള്ള ആൾക്കാർ എന്ന് വന്നാലും അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അറബിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് സംഭവം. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ്. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. എപ്പോഴെങ്കിലും പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻഡൊന്നുമല്ല, അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് പോവാം, നമുക്ക് അവിടെ ഹാജീസ് കഫേയിൽ പോയി നോക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. മനാമയിലാണ് നമ്മുടെ ഹാജീസ് കഫേ ഉള്ളത്. നമ്മുടെ ഗോൾഡ് സിറ്റിയുടെയൊക്കെ അടുത്താണ്. അങ്ങനെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പേ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തത്. അപ്പം പോയേക്കുവാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങളൊരു വീഡിയോ എടുത്തു. ഏട്ടൻ വിചാരിച്ച് ഫോട്ടോ എടുക്കുന്നതെന്ന്, പിന്നെ മനസ്സിലായ വീഡിയോ എടുക്കുന്നത്. അപ്പം റിയാക്ഷൻ മാറി. അപ്പം നമ്മുടെ മനാമയിലുള്ള ബഹ്റിൻ ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഹാജീസ് കഫേ വരുന്നത്. 1950 തുടങ്ങിയ ഹാജീസ് കഫേയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു ചെറിയൊരു അകത്തൂടെ കയറി പോകുമ്പോഴാണ് ഹാജീസ് കഫേയുടെ ഇത് കാണുന്നത്. 1950 ഇഷ്ടംമാതിരി ഫോട്ടോസ്, ഒത്തിരി പോപ്പുലറായിട്ടുള്ള ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെയാണ് അവിടെ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. എനിക്കൊന്നും അങ്ങനെ ആൾക്കാരെയൊന്നും അറിയത്തില്ല, പക്ഷേ ഇഷ്ടംപോലെ പേര് ആൾക്കാർ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ മെയിൻലി ഹൈലൈറ്റായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെയാണ് അദ്ദേഹം എടുത്തേക്കുന്നത്.
വെച്ചേക്കുന്ന ഫോട്ടോസൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഐ മീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഡൈനിങ്ങും ഉണ്ട്. നമ്മൾ ഔട്ട്സൈഡ് തന്നെയാണ് ഇരുന്നത്. ആ ഒരു മോർണിംഗ് ടൈമിൽ ആ വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ആവാനും, പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണല്ലോ, തണുത്ത ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല വൈബ് കിട്ടാനും ഔട്ട്സൈഡ് തന്നെയാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇൻസൈഡ് ഇഷ്ടംപോലെ ആൾക്കാർ, അറബികളൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെനൂസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ അത് നോക്കി അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എന്താണെന്ന്. പിന്നെ എഗ്ഗിൻ്റെ ഒരു ഐറ്റം, ബീഫ്, ചിക്കൻ, ഇതെല്ലാം മോർണിംഗിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഡാലിൻ്റെ ഒരു അങ്ങനെ ഒരു കറി, അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതായിട്ട് റൊട്ടിയാണ് തരിക, എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കുബൂസ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മുടെ അറബ്സിൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള കുബൂസുമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ അവിടുത്തെ റോസ് മിൽക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ റോസ് മിൽക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുബൂസും. നമ്മുടെ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ കണ്ണപ്പന് ഇതൊന്നും പോരാ, അവന് സ്വീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ തന്നെ ഓർഡർ ചെയ്തു ഒരു നൂഡിൽസിൻ്റെ സ്വീറ്റ്. പക്ഷേ അത് കൊണ്ടുവന്നെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനത് പാഴ്സൽ ചെയ്യിപ്പിച്ചു. നമ്മുടെ ഈ നോർമൽ ഫുഡൊക്കെ തന്നെ ആണ് അവൻ കഴിച്ചത്. ഇതിൻ്റെ അകത്ത് ആ എഗ്ഗ് ഐറ്റം നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എഗ്ഗ്, ടൊമാറ്റോ, ഓണിയനൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ബീഫിൻ്റെ ഒരു ഐറ്റം, ബീഫും പൊട്ടറ്റോയും അതുപോലെ തന്നെ ചിക്കനും പൊട്ടറ്റോയും. ബീഫും പൊട്ടറ്റോ ആയിരുന്നു നല്ല രസം. ഞാൻ പറഞ്ഞില്ലേ സ്വീറ്റ്, അവൻ ആ എഗ്ഗ് മാത്രമേ കഴിച്ചുള്ളൂ, ആ സ്വീറ്റ് കഴിച്ചിട്ടില്ല. അത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ 2 ടീ ഒക്കെ കുടിച്ചായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മോർണിംഗ് ഇങ്ങനെ ഒരു അറബിക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിൻ്റേതായിട്ടൊരു ഫീൽഡ് നമുക്ക് കിട്ടി. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അപ്പം നമ്മുടെ കാഷ്യർ ആ ഒരു സ്ഥലത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ബില്ലടച്ചു നമ്മളിങ്ങനെ പോയിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹാജീസ് കഫേയിൽ. റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ്, കൂടുതലൊന്നുമല്ല. ഹാജീസ് കഫേയിൽ നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. മോർണിംഗിലെ ആ ഒരു തണുത്ത കാറ്റും ആ ഒരു ഔട്ട്സൈഡ് ഇരുന്നുള്ള ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ വെച്ചേക്കുന്നതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇദ്ദേഹം അത്രയ്ക്ക് 1950 തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഫോട്ടോസിൽ ഫുള്ള് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ കഫേനെ പറ്റി. അപ്പോൾ ഇപ്പോഴൊക്കെ വിചാരിക്കും ഒന്ന് വന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും എല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ആ ഒരു കഫേയിലുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് ഫുഡായിരുന്നു. ഒത്തിരി അറബികളൊക്കെ വന്നിട്ട് ഫുഡ് ട്രൈ ഔട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടി തുടങ്ങിയത്. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. മോനൊരു പായസം ഉണ്ടാക്കി കൊടുക്കാം സ്പെഷ്യലായിട്ട്. അങ്ങനെ നമ്മുടെ ചൗരി നാട്ടിൽ കിട്ടുന്ന വീട്ടിൽ എനിക്ക് കിട്ടിയില്ല, കുറച്ച് ചെറുതാണ് കിട്ടിയത്. അപ്പം ഇതാണല്ലേ ഈ ഒരു പരുവമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ചൗരി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ സാഗോ എന്നാണ് പറയുക. അങ്ങനെ ഞാൻ ആ ചൗരി കുറച്ച് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചു. ഐ മീൻ ഡ്രൈ ഔട്ട്, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഡ്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ പാലിനടുത്ത് തിളപ്പിച്ച് അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഏലക്ക, ഞാൻ എപ്പോഴും ഏലക്കയും പഞ്ചസാരയും കൂടെ ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ ഞാൻ ആ ഡ്രൈ ഔട്ട് ചെയ്ത് വെച്ച സാഗു ഇതുപോലെ കണ്ടില്ലേ, ഇതേപോലെ നല്ല പേള് പോലെ ഇരിക്കുകയാണ്. അത് നമ്മളിതിൽ ഈ ഒരു പാൽ മിക്സിൽ നല്ല തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പം തിളച്ച് കുറച്ച് വറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതൊരു കട്ടി നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല പാല് മിക്സ് ചെയ്യണം. നല്ല പാല് നല്ലപോലെ കുറുകി നല്ല കുറച്ച് വറ്റി വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ആ ഒരു സാഗു നമ്മളിട്ടേക്കുന്ന നമ്മുടെ ഏലക്കാപ്പൊടിയും ഷുഗറും എല്ലാം നല്ലപോലെ കണ്ടില്ലേ, നല്ല കുറുകി നല്ല ഈ പരുവത്തിൽ വരണം. കണ്ടില്ലേ. അപ്പോൾ അതിനുശേഷം അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗാലക്സിയുടെ സ്മൂത്ത് വൈറ്റിൻ്റെ ചോക്ലേറ്റ് എടുത്ത്
ഇതിൽ മിക്സ് ചെയ്യാണ്. വൈറ്റ് ചോക്ലേറ്റിന് പകരം ഇത് മിക്സ് ചെയ്തു. വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പം ഇത് നമ്മൾ ചൂട് പാലോട്ടാണല്ലോ ഇടുന്നത്, ചൂട് പായസത്തിലോട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ അതിൽ കടന്ന് ഇതങ്ങ് അലുത്ത് നല്ല ഇതുമായിട്ട് നല്ലോണം മെൽറ്റ് ചെയ്ത് ഒരു അടിപൊളി ടേസ്റ്റാണിത്. സംഭവം നല്ല കിടുക്കൻ ടേസ്റ്റാണ് ആവുന്നത്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു മിൽക്കിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലപോലെ ഇളക്കുമ്പം ഈ ഒരു ചോക്ലേറ്റ് നല്ലപോലെ അതിൻ്റെ അകത്ത് അലുത്ത് നല്ല സെറ്റാവും. ഒരു ചെറിയൊരു കളർ ചേഞ്ചും ആ ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കളറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാവും. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. സാഗു ഒരു പ്രഥമനോ അല്ലെങ്കിൽ ഒരു മിൽക്ക് ചോക്ലേറ്റ് പ്രഥമനോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നമ്മളെല്ലാവരും വീട്ടിലും ഉള്ളതായിരിക്കും അല്ലേ ഈ സാഗു. നമ്മൾ പായസം വെക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ ഒരു പറയുന്ന ഈ ചൗരി അതെപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. അപ്പം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പാലും അതുപോലെ തന്നെ ഷുഗറും ഈ ഒരു വൈറ്റ് കോമ്പൗണ്ടും നമ്മുടെ ഈ ചൗരിയും ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുമക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അവർ കോരി തിന്നും. നമ്മുടെ ഈ ജെല്ലി കിടക്കുകയാണല്ലോ അതിൻ്റെ അകത്ത്. അത് കാണാൻ തന്നെ ഒരു മുത്ത് പേൾസ് പോലെ കിടക്കുക. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഒരു സൂപ്പർ ഫ്ലേവറാണ്. അങ്ങനെ ഞാനിത് കണ്ണപ്പന് വേണ്ടിയാണല്ലോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. കണ്ണപ്പന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റി. അതിനുശേഷം നമുക്കിത് കണ്ണപ്പന് കൊടുത്തിട്ട് കണ്ണപ്പൻ്റെ റിയാക്ഷൻ ഒന്ന് കേൾക്കാം. ഓക്കെ, ചൂടാണേ. ഇവിടെ വെക്കാൻ പറ്റും. നേരെ റൈറ്റ് ഹാൻഡ് വെച്ച് യൂസ് ചെയ്യടാ. എങ്ങനെയുണ്ട്? ചോക്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടോ? ചോക്ലേറ്റ് ഉള്ളിലുണ്ട്, വേറൊന്നേ ഇല്ല. അപ്പോൾ എൻ്റെ കണ്ണപ്പന് പായസം ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ബഹ്റിനിൽ നടന്ന ഫയർ വർക്ക്സ് ആണ് നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. നല്ല അടിപൊളി ഫയർ വർക്ക്സും എൻ്റെ പൊന്നോ സൂപ്പറായിരുന്നു. അതേപോലെ നമ്മൾ 2025 നമ്മൾ കടന്നു പോയിരിക്കുകയാണ്. അടുത്ത 2026 നമ്മൾ വരവേൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളെ തന്ന സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാം ഞങ്ങൾക്ക് ഇനിയും വേണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻസ് വഴി അറിയിക്കുക. അപ്പം പുതിയ വീഡിയോസുമായിട്ട് വരാം. ദുബായ് വ്ളോഗ്സുമായിട്ട് വരുന്നതാണ്. അപ്പം ബൈ, ടേക്ക് കെയർ.